എല്ലാവർക്കും നമസ്കാരം. PSC മാത്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രെയിനുകൾ എന്ന നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് അധ്യായങ്ങളായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ എന്ന ഭാഗം, അതിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 4ാമത്തെ പാർട്ടിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ ആപേക്ഷിക വേഗതയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലും 2 ട്രെയിനുകൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ ഒരേ ദിശയിൽ മറികടക്കുന്നതോ അല്ലെങ്കിൽ എതിർ ദിശയിൽ മറികടക്കുന്നതോ ആയ ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ട്രെയിനുകളുടെ കാര്യത്തിൽ കൂടുതലും വരാൻ സാധ്യതയുള്ളത് ഒരേ ദിശയിൽ മറികടക്കുന്നതിനേക്കാൾ എതിർ ദിശയിൽ മറികടക്കുന്നതാകാനാണ് സാധ്യത. കാരണം 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിച്ച് പരസ്പരം മറികടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, അതത്ര പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളിലും ഉൾപ്പെടുക എതിർ ദിശകളിൽ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഓവർടേക്കിങ്ങിനേക്കാളും കൂടുതൽ ക്രോസിംഗ് രീതിയിൽ വരുന്ന ചോദ്യങ്ങളാവും ഉണ്ടാവുക. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശീലിക്കുന്നത്. ആപേക്ഷിക വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ഉൾപ്പെടുന്ന ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ പരസ്പരം മറികടന്നാൽ അവയ്ക്ക് കിട്ടുന്ന ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് വേഗതകളുടെ വ്യത്യാസമായിരിക്കും. അതേസമയം അവ എതിർ ദിശകളിലാണ് സഞ്ചരിച്ച് പരസ്പരം മറികടക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത അനുഭവപ്പെടുന്നത് തുക ആയിരിക്കും. 2 ട്രെയിനുകളുടെയും വേഗതകളുടെ തുകയായിരിക്കും ആപേക്ഷിക വേഗത കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പ്രധാനമായി ഓർത്തിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുപയോഗിച്ച് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലാസ്സിലും നമുക്ക് വളരെ പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഭാഗം അതുതന്നെയാണ്. ആപേക്ഷിക വേഗത, ഒരേ ദിശയിൽ വ്യത്യാസം, എതിർ ദിശകളിൽ തുക. ചോദ്യം വായിക്കാം. 215 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 28 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. 145 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിൻ 44 km/h വേഗതയിൽ എതിർദിശയിൽ സഞ്ചരിക്കുന്നു. ട്രെയിനുകൾ പരസ്പരം മറികടക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് 4 വാല്യൂസാണ് ഈ ചോദ്യത്തിൽ നിന്ന് ലഭിക്കുക. ആദ്യത്തെ ട്രെയിനിൻ്റെ നീളം, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം, ആദ്യത്തെ ട്രെയിനിൻ്റെ വേഗത, രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എതിർ ദിശയിൽ എന്നുള്ളതാണ്. 2 ട്രെയിനുകളും സഞ്ചരിക്കുന്നത് എതിർ ദിശകളിലാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് എടുക്കാം. 215 + 145, നമുക്ക് ആകെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 360 മീറ്ററാണ് എന്ന് നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും. 360 മീറ്റർ. ഇനി ആദ്യത്തെ ട്രെയിൻ രണ്ടാമത്തെ ട്രെയിനും എതിർ ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. അവയുടെ വേഗതകൾ 28ഉം 44ഉമാണ്. അപ്പോൾ ആ 2 എണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, എതിർ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ തുകയായാണ് കണക്കാക്കുന്നത്. 28 + 42 = 72 km/h. 28ഉം 44ഉം കൂട്ടുമ്പോൾ കിട്ടുന്നത് 72 km/h. ആ 72 km/hനെ നമുക്ക് വേണ്ട യൂണിറ്റായ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുന്നു. അതിനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 72 × 5/18 ചെയ്യുമ്പോൾ 72ഉം 18ഉം ക്യാൻസലായി 4 × 5 20 മീറ്റർ/സെക്കൻഡ് എന്ന രീതിയിലേക്ക് മാറ്റാം. 20 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 360 മീറ്റർ ദൂരം സഞ്ചരിക്കണം. അവൈലബിൾ ആയിട്ടുള്ള വേഗത 20 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ സമയം കണക്കാക്കുക. സമയം = ദൂരം / വേഗത. അപ്പോൾ ഇവിടെ ദൂരം 360 വേഗത 20 എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 36/2 = 18 സെക്കൻഡാണ് നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഈ ട്രെയിനുകൾ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം 18 സെക്കൻഡ്. അടുത്തത് 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൻ്റെ വേഗത 84 km/h ആണ്. 90 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ എതിർ ദിശയിൽ മറികടക്കാൻ അത് 7 സെക്കൻഡ് എടുത്തെങ്കിൽ രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത എത്ര? ഒരു ട്രെയിനിൻ്റെ നീളം 120, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം 90. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് പെട്ടെന്ന് എടുത്തു പോകാം. 120, 90 നീളം. പിന്നെ ഒരെണ്ണത്തിൻ്റെ വേഗത 84 നമുക്കറിയാം, രണ്ടാമത്തേതിൻ്റെ വേഗത അറിയില്ല. ഇനി അവ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നറിയാം. എതിർ ദിശകളിൽ പരസ്പരം മറികടക്കാനെടുത്ത സമയം 7 സെക്കൻഡാണ്.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ വേഗത കണ്ടുപിടിക്കുക. കാരണം നമുക്ക് ഉത്തരമായി വേണ്ടത് എന്താണ്? രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു വേഗതയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ വേഗതയ്ക്കുള്ള ഇക്വേഷനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേഗതയ്ക്കുള്ള ഇക്വേഷൻ എന്താണ്? വേഗത ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ സമയം. ദൂരം ഡിവൈഡഡ് ബൈ സമയം. സഞ്ചരിക്കുന്ന ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആ ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം. സഞ്ചരിക്കുന്ന ആകെ ദൂരം എന്ന് പറയുന്നത് 120ഉം 90ഉം ചേർന്നാൽ 120 മീറ്റർ ആദ്യത്തെ ട്രെയിൻ, 90 മീറ്റർ രണ്ടാമത്തെ ട്രെയിൻ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും തുക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 210 മീറ്ററാണ് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ദൂരം 210 മീറ്റർ. ആ 210 മീറ്ററിന് എടുത്ത സമയം എത്രയാണ്? 7 സെക്കൻഡ് എന്ന് ചോദ്യത്തിൽ പറയുന്നു. 7 സെക്കൻഡ്. 210നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. 210/7 ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. കാരണം നമുക്കിവിടെ ഒരു വേഗത തന്നിരിക്കുന്നത്, അറിയാവുന്ന വേഗത തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ട്രെയിനിൻ്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഉണ്ടാവുക തീർച്ചയായും കിലോമീറ്റർ പെർ അവറിലുള്ള വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്നു. അതിനായിട്ട് നമ്മൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18/5 കൊണ്ട് ഗുണിക്കുമ്പോൾ നോക്കാം, 30ഉം 5ഉം തമ്മിൽ ക്യാൻസലായിട്ട് 6ആണ് ബാക്കി വരിക. 6 × 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 108 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമായുള്ള കിലോമീറ്റർ പെർ അവറുള്ള വേഗതയാണ് നമ്മൾ കണ്ടുപിടിച്ചത് 108. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് ഈ 108 എന്ന് മനസ്സിലാക്കുക. 108 എന്ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. കാരണം ഇതിനകത്ത് എഫക്റ്റീവ്ലി അവിടെ കിട്ടിയ ആപേക്ഷിക വേഗതയാണ് 108 കിലോമീറ്റർ പെർ അവർ. അതൊരു ട്രെയിനിൻ്റെ വേഗതയല്ല, അത് 2 ട്രെയിനുകളുടെയും വേഗത കണക്കിലെടുത്തിട്ടുള്ള ആപേക്ഷിക വേഗതയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചിന്തിച്ച് നോക്കാം. ഈ 2 ട്രെയിനുകൾ എതിർ ദിശകളിലാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദ്യത്തിൽ പറയുന്നു. എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു. എതിർ ദിശകളിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഒന്നിൻ്റെ വേഗത 84ആണ്, അടുത്തതിൻ്റെ വേഗത നമുക്കറിയില്ല, എസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് 2ൻ്റെയും തുകയായിരിക്കും. 84 + എസ്. അപ്പോൾ 84 + എസ് ആണ് ഈ ചോദ്യത്തിൽ 108 എന്ന വാല്യൂ. 84നോട് എസ് കൂട്ടിയാൽ 108 കിട്ടുമെങ്കിൽ എസ് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഈക്വൽ ടു 108 - 84. 108ൽ നിന്ന് 84 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 24 കിലോമീറ്റർ പെർ അവറാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത. അടുത്ത ചോദ്യം, 80 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ഒരു ട്രെയിൻ 26 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള മറ്റൊരു ട്രെയിനിനെ ഒരേ ദിശയിൽ മറികടക്കാൻ 22 സെക്കൻഡ് എടുത്തു. ആദ്യത്തെ ട്രെയിനിന് 150 മീറ്റർ നീളമുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് നീളമാണ്. ഓക്കെ, നമുക്ക് വേഗതകളൊന്നും എടുക്കാം. ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടേണ്ട വാല്യൂസ്. അപ്പം വേഗതകൾ 80ഉം 26ഉമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ നോക്കണം, ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. 80ഉം 26ഉം ഒരേ ദിശയിൽ. അപ്പോൾ ഒരേ ദിശയിൽ 2 ട്രെയിനുകൾ സഞ്ചരിക്കുന്നു. ഒന്നിൻ്റെ വേഗത 80, രണ്ടാമത്തതിൻ്റെ വേഗത 26. ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം വേഗതകളുടെ വ്യത്യാസമാണ് കണക്കിലാക്കേണ്ടത്. വേഗതകളുടെ വ്യത്യാസം എടുത്താൽ 54 കിലോമീറ്റർ പെർ അവറാണ് കിട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു, എന്നാൽ ട്രെയിനിൻ്റെ വേഗതയായി നമുക്ക് കിട്ടുന്ന വാല്യൂസിൽ വളരെയധികം ആവർത്തനം വരുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. അതായത് ആവർത്തിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 45, 54, 72, 90 അങ്ങനെയുള്ള വാല്യൂസ് ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, കിലോമീറ്റർ പെർ അവറിലേക്കും മീറ്റർ പെർ സെക്കൻഡിലേക്കും ഒരേപോലെ പൂർണ്ണസംഖ്യകളായി എഴുതാൻ സാധിക്കുന്ന വാല്യൂസാണ് കൂടുതലായും ട്രെയിനിൻ്റെ വേഗതയായി കണക്കാക്കുക. അത് ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ 80, 26 എന്നീ വാല്യൂസിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ 54 നമുക്ക് ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ആ 54നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒരു പൂർണ്ണസംഖ്യ തന്നെ ആയിരിക്കണം.
ആ ഒരു ധാരണയിലാണ് നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ആവർത്തിച്ച് ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. അതായത് 36 km/h എന്ന് പറഞ്ഞാൽ 10 m/s ആണ്. ഇനി 54 എന്ന് പറഞ്ഞാൽ 15 m/s ആണ്. 72 km/h ആണെങ്കിൽ 20 m/s ആണ്. 90 km/h ആണെങ്കിൽ 25 m/s ആണ്. ഞാൻ പറയുന്നത് ഇതെല്ലാം കാണാപ്പാഠം പഠിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നു, കൂടുതൽ വാല്യൂസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആവർത്തനത്തിൽ നിന്ന് നമുക്ക് സ്വയം മനസ്സിലാകേണ്ട കാര്യമാണ്. കുറേ തവണ ആവർത്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ വാല്യൂസ് ഓരോന്നും എന്നാൽ ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ആവശ്യത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ 54 km/h ആണ് നമുക്ക് ഇവിടെ ആപേക്ഷിക വേഗതയായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ദൂരമാണ് നമുക്ക് വേണ്ടത്. ആ ദൂരത്തിൻ്റെ ഒരു ഭാഗമാണ് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമായി വരുന്നത്. അപ്പോൾ ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടത്, ആദ്യത്തെ ട്രെയിനിന് 150 നീളമുണ്ട്, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം x ആയി കണക്കാക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും തുകയാണ് നമുക്കിവിടെ ദൂരമായി വരിക. 150 + x = വേഗത ഇൻറ്റു സമയം. വേഗത 54 km/h ആണ്. അതിനെ നമ്മൾ m/s മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം തന്നിരിക്കുന്ന സമയമായ 22 സെക്കൻഡ് കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 54ഉം 18ഉം തമ്മിൽ ക്യാൻസലായാൽ 3 വരും. കൃത്യം 3 മടങ്ങാണ്. 3 × 5 15 × 22. 15 × 22 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 330 മീറ്റർ എന്നാണ്. 330 മീറ്റർ. അപ്പോൾ 150നോട് എക്സ് കൂട്ടിയാൽ 330 ആണ്. നമ്മുടെ ചോദ്യം എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആകെത്തുകയായ 330ൽ നിന്ന് 150 കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസമായിരിക്കും. 330 - 150 = 180 മീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. 180 മീറ്ററാണ് ഉത്തരം. അടുത്തത്, 100 മീറ്റർ വീതം നീളമുള്ള 2 ട്രെയിനുകളിൽ ഒന്നിന് അടുത്തതിൻ്റെ ഇരട്ടി വേഗതയുണ്ട്. ട്രെയിനുകൾ എതിർ ദിശകളിൽ പരസ്പരം മറികടക്കാൻ 8 സെക്കൻഡ് വേണമെങ്കിൽ വേഗത കൂടിയ ട്രെയിൻ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 100 മീറ്റർ വീതം നീളമുള്ള 2 ട്രെയിനുകളെ പറ്റിയാണ് ചോദ്യം. ഒന്നിന് മറ്റേതിൻ്റെ ഇരട്ടി വേഗതയുണ്ട്. അപ്പോൾ നമുക്ക് ചില നിഗമനങ്ങൾ ആദ്യമേ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ 2 ട്രെയിനുകൾ എതിർ ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഒന്നിന് അടുത്തതിൻ്റെ ഇരട്ടി വേഗതയുണ്ട്. അപ്പോൾ നമുക്ക് അവയുടെ വേഗതകളെ S എന്നും 2S എന്നും എടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ അവിടെ നിന്ന് എടുക്കാം. S + 2S അതായത് 3S ആണ് അവരുടെ ആപേക്ഷിക വേഗത എന്നും കണക്കാക്കാം. കാരണം എന്താണ്? എതിർ ദിശകളിലാണ് അവ സഞ്ചരിക്കുന്നത്. എതിർ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ തുകയാണ്, 2 വേഗതകളുടെയും കൂടെ തുകയാണ് ആപേക്ഷിക വേഗതയായി കണക്കാക്കേണ്ടത്. അപ്പോൾ 3S എന്നൊരു ആപേക്ഷിക വേഗത നമുക്ക് കിട്ടി. ഇനി 100 മീറ്റർ വീതം നീളമുള്ള 2 ട്രെയിനുകൾ. ഇപ്പോൾ 100 മീറ്റർ വീതം നീളമുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ആപേക്ഷിക വേഗത കണ്ടുപിടിക്കാൻ സാധിക്കും. ആപേക്ഷിക വേഗത = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ എടുത്ത സമയം. ഇവിടുത്തെ സഞ്ചരിച്ച ദൂരം എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു. 2 ട്രെയിനുകളുടെയും നീളങ്ങളുടെ തുക. അപ്പോൾ 100 മീറ്റർ വീതം നീളമുള്ള 2 ട്രെയിനുകളാകുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം 100 + 100 200 മീറ്റർ ആയിരിക്കും. ഈ 200 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയമാണ് 8 സെക്കൻഡ്. അപ്പോൾ 200/8 എന്ന് ചെയ്താൽ നമുക്കൊരു ഉത്തരം കിട്ടും 25 m/s. ഈ 25 m/s നമ്മൾ km/h മാറ്റണം. കാരണം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വേഗത കൂടിയ ട്രെയിൻ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും, അതായത് അതിൻ്റെ km/h വേഗത തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ km/h മാറ്റുന്നു. 25 × km/h മാറ്റാനായി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 25ഉം 5ഉം ക്യാൻസലായി 5 ബാക്കിയാവുന്നു. 5 × 18 90 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ 90 ആണ്
നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ആപേക്ഷിക വേഗതയായ 3s എന്ന് പറയുന്നത് 90 അപ്പോൾ എസ് എന്ന് പറയുന്നത് 30 എസ് 30 ആണെങ്കിൽ 2s എത്രയാണ്? 2s ഈക്വൽ ടു 60 എന്ന് വരും. 60 km/h. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം ഇവിടെ എന്താണെന്ന് നോക്കുക. വേഗത കൂടിയ ട്രെയിൻ, കുറഞ്ഞ ട്രെയിനിന് എസ്, കൂടിയ ട്രെയിനിന് 2s. അപ്പം നമുക്ക് വേണ്ടത് വേഗത കൂടിയ ട്രെയിനിൻ്റെ വേഗത എത്രയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 60 km/h ആയിരിക്കും. അടുത്ത ചോദ്യം, 45 km/h വീതം വേഗതയുള്ള 2 ട്രെയിനുകളിൽ ഒന്നിന് അടുത്തതിനേക്കാൾ 30 മീറ്റർ കൂടുതൽ നീളമുണ്ട്. എതിർദിശകളിൽ പരസ്പരം മറികടക്കാൻ അവ 18 സെക്കൻഡ് എടുത്തെങ്കിൽ നീളം കൂടിയ ട്രെയിനിൻ്റെ നീളം എത്ര? ഇപ്പോൾ 2 ട്രെയിനുകളുടെയും വേഗത 45 വീതമാണ്. അപ്പോൾ ആ 2 വേഗതകളും നമുക്കുണ്ട്. പിന്നെ ഒന്നിന് അടുത്തതിനേക്കാൾ 30 മീറ്റർ കൂടുതൽ നീളമുണ്ട്. നമുക്ക് ആദ്യത്തെ ട്രെയിനിൻ്റെ നീളം അറിയില്ല, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം അറിയില്ല. നമുക്കൊന്ന് മാത്രം അറിയാം, ഒരു ട്രെയിനിന് അടുത്തതിനേക്കാൾ 30 മീറ്റർ അധികം നീളമുണ്ട്. എതിർ ദിശകളിലാണ് പരസ്പരം മറികടക്കുന്നത്. എടുത്ത സമയം 18 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടും എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു. വേഗത 45 വീതം. അപ്പോൾ എതിർ ദിശകളിൽ 45 എന്നുള്ളത് ആഡ് ചെയ്ത് എതിർ ദിശകളിലാവുമ്പോൾ തുകയാണ് എടുക്കേണ്ടത്. അപ്പോൾ 90 km/h ആണ് ഈ ക്വസ്റ്റ്യനിൽ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട വേഗത. ഇനി 90 km/h വേഗതയിൽ 18 സെക്കൻഡ് എടുത്താണ് അവ പരസ്പരം മറികടന്നത്. അപ്പോൾ നമുക്ക് ആകെ ദൂരം ഒന്ന് കണ്ടുപിടിക്കാം. ആകെ ദൂരം എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തേതിൻ്റെ നീളം എക്സ്, രണ്ടാമത്തേതിൻ്റെ നീളം x+30. അതായത് ആദ്യത്തേതിനേക്കാൾ 30 കൂടുതലാണ് രണ്ടാമത്തേത്. അപ്പോൾ ആദ്യത്തേതിൻ്റെ നീളം എക്സ് ആയിട്ട് എടുത്താൽ രണ്ടാമത്തേതിൻ്റെ നീളം x+30 ആയിരിക്കും. ഈക്വൽ ടു 2 നീളങ്ങളും കൂട്ടുന്നതാണ് ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടേണ്ടത് ഇവിടുത്തെ വേഗതയായ 90 km/h നിന്ന് m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് നമ്മൾ 18 സെക്കൻഡ് എന്നുള്ള സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ 18 രണ്ടും ക്യാൻസലായി പോയിട്ട് നമുക്ക് ബാക്കിയാവുന്നത് 90 × 5 450 എന്നായിരിക്കും. 450 എന്താണെന്ന് നോക്കാം. x+x+30 ആണ് 450. അപ്പോൾ നമുക്ക് ആ എക്സ് 2 ഈ സൈഡിലൊന്ന് നിർത്താം. അപ്പോൾ എക്സ് 2 ആകുമ്പോഴത്തേക്ക് 2x ആയി, പിന്നെ ഒരു 30. അപ്പോൾ 2x + 30 ആണ് 450. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2x മാത്രം ഒരു സൈഡിൽ നിർത്തുന്നു, 30 അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് 30 450 നിന്ന് കുറയുന്നു അല്ലേ. +30 അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ -30. അപ്പോൾ 450 - 30 കുറഞ്ഞു കഴിഞ്ഞാൽ 420 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x = 210 എന്ന് മനസ്സിലാവും. x = 210. ഇനി x നമ്മുടെ ചോദ്യത്തെ സംബന്ധിച്ച് എന്താണ് എന്ന് ചോദിച്ചാൽ നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ നീളമാണ് x. അപ്പോൾ 210 എന്ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ട്രെയിനിൻ്റെയാണ്. നമുക്ക് വേണ്ടത് നീളം കൂടിയ ട്രെയിനിൻ്റെ നീളമാണ്. അതായത് x+30 എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ x+30 210നോട് 30 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 240 മീറ്ററാണ്. അപ്പോൾ ആ 240 മീറ്ററാണ് നമുക്ക് വേണ്ട ഉത്തരം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്തത് വീണ്ടും ആപേക്ഷിക വേഗതയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ്. ആപേക്ഷിക വേഗതയിൽ പ്രധാനമായും 2 ട്രെയിനുകൾ ഉൾപ്പെടുന്ന 2 ട്രെയിനുകൾ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ എതിർദിശയിലോ ഒരേ ദിശയിലോ മറികടക്കുന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കൂടുതലായി പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.